ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സപ്പോട്ട ഷേക്കാണ്. ഇപ്പം സപ്പോട്ടയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. ഇവിടെ സപ്പോട്ടയുണ്ട്. നമ്മുടെ മുറ്റത്ത് ഒരു സപ്പോട്ടയുടെ മരമുണ്ട്. അതിൽ നിറച്ചും കായ്ച്ചു കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് കുറച്ച് സപ്പോട്ട പറിച്ചിട്ട് വരാം. നമുക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ സപ്പോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 ലിറ്റർ പാല് വേണം. അത് കട്ടിയായിട്ടുള്ള പാലാണ് വേണ്ടത്. ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുക്കണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. സപ്പോട്ടയുടെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ ഈ സപ്പോട്ട ഒന്ന് കട്ട് ചെയ്ത് ഇതിലെ കുരുവൊക്കെ മാറ്റാം. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് എടുത്താൽ മതിയാവേ. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സ്കിന്നൂടെ വെച്ചിട്ട് ഷേക്ക് അടിക്കുന്നവരുണ്ട്. അങ്ങനെ വേണ്ട, ഈ രീതിയിൽ അങ്ങ് ചെയ്താൽ മതിയാവും. ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഷേക്ക് അടിക്കുന്നതായിരിക്കും നല്ലത്. പുറത്തു നിന്നൊക്കെ സപ്പോട്ട മേടിക്കുമ്പോൾ അതെങ്ങനെയുള്ളതായിരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തൊലി മാറ്റിയിട്ട് ഷേക്ക് അടിച്ചാൽ മതി എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായതാണ്, പേടിക്കാനൊന്നുമില്ല. എങ്കിലും അത് വേണ്ട, തൊലി വേണ്ട, നമുക്കത് മാറ്റിയിട്ട് തന്നെ ഷേക്ക് അടിക്കാം. 1/2 ലിറ്റർ പാലിന് വലിയ സപ്പോട്ടയാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാവേ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ചെറുതുമുണ്ട്, അതുകൊണ്ട് ഞാനൊരു 4 എണ്ണം ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം സ്കിൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ അകത്ത് കുരു എല്ലാം ഉണ്ടോ എന്നൊന്ന് പ്രസ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ കുരു വിട്ട് അടിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കയ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിനും എല്ലാം പറ്റിയാലേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയേക്കുക, ഇതിൻ്റെ അകത്ത് വല്ല കുരുവോ വല്ലതും ഉണ്ടോയെന്ന്. ഒന്നുമില്ല. ഇനി നമുക്ക് അതേ ഉണ്ട്, കണ്ടോ, നമ്മൾ കാണത്തില്ല, ഇതുപോലെ ചിലപ്പോൾ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. ഈ സപ്പോട്ടയ്ക്കാണെങ്കിൽ നല്ല മധുരം ഉള്ളതാണ്. അപ്പം നിങ്ങൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം ചേർക്കാവേ. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല കട്ടിയുള്ള പാലാണ്. നല്ല കട്ടിയാക്കിയിട്ടാണ് പാലെടുത്തത്. അപ്പം നമ്മൾ ഇത്രയും നേരം ഷൂട്ട് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് അത് ലേശം ഒന്ന് വെള്ളമായി വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നിങ്ങൾ ഷേക്ക് അടിക്കുന്ന സമയത്ത് എല്ലാം റെഡി ആക്കിയിട്ട് ആ പാൽ ഉപയോഗിക്കേണ്ട സമയത്ത് എടുത്താൽ മതിയേ. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, മധുരമൊക്കെ മതിയോന്നേ. ഈ സപ്പോട്ടയ്ക്ക് ഈ മധുരം മതി. പക്ഷെ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് വേണം മധുരം ചേർക്കാനായിട്ട്. ഇത് നല്ല മധുരമുള്ള സപ്പോട്ട ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറവ് പഞ്ചസാര ചേർത്തേക്കുന്നത്. നിങ്ങളത് നോക്കിയിട്ട് വേണേ. ഇപ്പം ഷേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിന് വേണമെങ്കിൽ ഗാർണിഷിങ്ങിന് വേണമെങ്കിൽ കുറച്ച് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ബൂസ്റ്റോ, നട്ട്സ് വേണ്ടവർക്ക് നട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഷേക്കാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ലേശം കൊക്കോ പൗഡർ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റിലുള്ള സപ്പോട്ട ഷേക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ സപ്പോട്ടയ്ക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. സപ്പോട്ടയുടെ എണ്ണം കൂടാതെ സൂക്ഷിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷേക്കിന് രുചി കാണത്തില്ല. വലിയ സപ്പോട്ടയാണെങ്കിൽ 3 എണ്ണം, ചെറുതാണെങ്കിൽ 4 എണ്ണം. അതിൽ കൂടുതൽ സപ്പോട്ട 1/2 ലിറ്റർ പാലിന് ഉപയോഗിക്കരുത്. പാലാണെങ്കിൽ നല്ല കട്ടിയുള്ള പാൽ ഉപയോഗിക്കണം. ഇത്രയൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ പറയണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.